സോ ഞാനിപ്പോൾ എക്സാമിന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ റെഡി ആയിക്കോണം. ആൻഡ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഡിഗ്രിയാണ് ചെയ്യുന്നത്, സൈക്കോളജിയാണ് ചെയ്യുന്നത്. ആൻഡ് ആദ്യം ഞാൻ BBA ആയിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തു. ഇതിപ്പോൾ ഞാൻ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ, ഓഫ്കോഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കുറേ കാരണങ്ങൾ കൊണ്ട് വേണ്ടാന്ന് വെക്കും, അല്ലെങ്കിൽ അത് പിന്നീടാവട്ടെ എന്നുള്ള രീതിക്ക് വെക്കും. അപ്പോൾ പിന്നീടാവട്ടെ എന്ന് വെക്കുമ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ്ലി മറന്നു കളയരുത്. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് വേറെ എന്ത് ചെയ്താലും ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ പലതും പറയും, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയും, എന്തിനാ ഈ പ്രായത്തിൽ ഇത് ചെയ്യണമെന്ന് പറയും, അങ്ങനെ പലതും പറയും. ഇപ്പോൾ ഉള്ളത് കൊണ്ട് സാറ്റിസ്ഫൈ ആയാൽ പോരെ, ഇനി റിസ്ക് എടുക്കണോ, അങ്ങനെയുള്ള കുറേ ടോക്സ് വരും. ഇപ്പം നിന്നെ കൊണ്ട് പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല, ഈ പ്രായത്തിലാണോ ഇനിയിപ്പം പഠിക്കാൻ പോകുന്ന, അങ്ങനെയൊക്കെ. എനിക്ക് അത്ര വലിയ പ്രായമായിട്ടില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പഠിക്കണമെന്നുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ എന്തായാലും നമ്മൾ തന്നെ വിചാരിക്കുക നമുക്കത് വേണം എന്നുള്ളത്. അപ്പോൾ അത് പിന്നീട് മാറ്റി വെച്ച് വരുമ്പോൾ നമുക്കത് പിന്നെ ഒരു ഉള്ളിൽ കിടന്നിട്ടൊരു ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ആൻഡ് അതിൽ ആക്ച്വലി നമ്മൾ കുറേ കൂടെ സെറ്റാവും. ഇപ്പോൾ ഉള്ളതിനേലും ഹാപ്പി ആയിരിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം ഗോ ഫോർ യുവർ ഡ്രീംസ് ആൻഡ് എവറിത്തിങ്, കേട്ടോ. ബിക്കോസ് നമുക്ക് ഡ്രീംസ് ഉണ്ടെങ്കിലാണ് ലൈഫിൽ മുന്നോട്ട് പോകാൻ കുറച്ചും കൂടെ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. അപ്പോൾ അതാണ് ബെറ്റർ. ഓക്കെ, ഞാനിത് പറയാൻ ആരുമല്ല, ബട്ട് സ്റ്റിൽ എനിക്കത് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡ്രീംസ് ഉള്ളത് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ആൻഡ് ഫോർ ദി പാർട്ട്നേഴ്സ്, നിങ്ങളുടെ പാർട്ട്നേഴ്സിനോട് ചോദിക്കുക, എനിക്ക് എന്തെങ്കിലും അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രീം ഉണ്ടോ, എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു വാക്ക് മതി. ഇറ്റ് വിൽ ചേഞ്ച് എവറിത്തിങ്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ്റെ ഒരു ബോണ്ടിങ് ആണെങ്കിലും ചേഞ്ച് ചെയ്യും. അങ്ങനെയുള്ള പല കാര്യങ്ങളും ചേഞ്ച് വരും. ഇപ്പം ഞാൻ കുറേ കൂടി ഇങ്ങനെ എന്താ പറയുക, ഇപ്പം റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ കുറേ കൂടി എനിക്കിഷ്ടമുള്ളത് ചെയ്യാനായിട്ടുള്ളൊരു ഇത് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ ഹസ്ബൻഡ്. പുള്ളി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഞങ്ങൾ തമ്മിൽ വഴക്ക് എല്ലായിടത്തും ഉണ്ടാവും. ഞങ്ങളൊക്കെ നല്ല ഇടി ബന്ധം ഉള്ളൊരു ആൾക്കാരാണ്. ഞങ്ങളൊക്കെ വഴക്കിടുന്നത് കണ്ടു കഴിഞ്ഞാൽ വീട്ടുകാർ വിചാരിക്കും ഓക്കെ ഇപ്പം തന്നെ നെക്സ്റ്റ് സെക്കൻഡ് ഇവർ രണ്ട് പാത്രം ആവുള്ളൂ. പക്ഷേ അങ്ങനെയല്ല, നമ്മൾ ഇടി ഉണ്ടാക്കും, വഴക്കുണ്ടാക്കും, അടി ഉണ്ടാക്കും, അത് കഴിയുമ്പോൾ നമ്മൾ തോളത്ത് കൈയിട്ട് കിടക്കും, അതൊക്കെ വേറെ കാര്യം. സോ അങ്ങനെ ഒരാൾ കൂടെ ഉള്ളപ്പോൾ really ബെറ്റർ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്നേഴ്സിനോട് ചോദിക്കുക, നിങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.